എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം മുത്തശ്ശിയുടെ റൂമിലേക്ക് വൈജയന്തി കയറി ചെല്ലുമ്പം, എടി കുഞ്ഞ് നീയാണോ വന്നത്? ഒരു വണ്ടി വരുന്ന സൗണ്ട് കേട്ടായിരുന്നു, ആരാന്ന് മനസ്സിലായില്ല. നീ നിൻ്റെ വണ്ടിക്കാണോ വന്നത് എന്നൊക്കെ ചോദിക്കുമ്പം, അല്ല ഞാനൊരു ടാക്സിക്കാണോ വന്നത്, എൻ്റെ വണ്ടി ശരിയായില്ലമ്മേ, അതിൻ്റെ പെയിൻറ്റടി പോലും കഴിഞ്ഞിട്ടില്ല എന്ന് പറയും. എന്നിട്ട് എല്ലാം ശരിയായോ മോളെ എന്നൊക്കെ ചോദിക്കുമ്പം, ഇല്ല ശരിയായില്ല, കാലിന് നല്ല വേദനയുണ്ട്, നീരും ഉണ്ട്, കമ്പി ഇട്ടേക്കുമല്ലേ അതിൻ്റെ ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട് എന്ന് പറയും. അന്നേരം നീ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? എന്നെ കാണാനാണോ അതോ ശിവനെ കാണാനാണോ? എന്തിനാ ഇങ്ങോട്ട് പോകുന്നത് എന്ന് ചോദിക്കുമ്പം, ഞാൻ ആരെയും കാണാൻ വേണ്ടി പോകുന്നതല്ല, ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് എന്ന് പറയും. അന്നേരം മുത്തശ്ശിക്ക് സങ്കടവും ദേഷ്യമൊക്കെ വന്നുണ്ടേ. മുത്തശ്ശി ചോദിക്കുന്നത്, എന്നാ കുഞ്ഞെ നീ കാണിക്കുന്നത്? നീ ഇതിനു മുമ്പ് ഒന്ന് ചാടി പുറപ്പെട്ടതാ, എന്നിട്ട് എന്താ സംഭവിച്ചത്? കാലൊടിഞ്ഞ് ഹോസ്പിറ്റലായി, അവിടുന്ന് തിരിച്ചു വന്നതല്ലേ ഉള്ളൂ, വീണ്ടും ഇറങ്ങിയോ എന്ന് ചോദിക്കുമ്പം, പിന്നല്ലാണ്ട് എൻ്റെ ഇഷ്ടപ്രകാരമല്ല ഞാൻ ആ വീട്ടിലേക്ക് തിരിച്ചു തന്നത്, എൻ്റെ ആങ്ങളമാരെ പിടിച്ചു കെട്ടി കൊണ്ടാക്കുന്നത് പോലെ ആ വീട്ടിൽ കൊണ്ടാക്കിയതാണ്. അവിടെ ഇത്രയും നാളും ഞാൻ കഴിഞ്ഞു ഒരു പട്ടിയെ പോലെ, ബാലേന്ദ്രൻ തിരിഞ്ഞു നോക്കി പോലുമില്ല. ആ സ്ഥിതിക്ക് എനിക്കിനി അവിടെ കിടക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പം മുത്തശ്ശി ചോദിക്കും, നീ ആരോടായി മത്സരിക്കുന്നത്? ഇതുകൊണ്ട് എന്താ നേട്ടമുള്ളത് എന്നൊക്കെ ചോദിക്കുവാണ്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, എനിക്ക് ആരുടെയും ദയയ്ക്ക് വേണ്ടി അവിടെ കടിച്ചു തൂങ്ങി കിടക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഞാൻ കൈതയ്ക്കൽ മാളിക വീട്ടിൽ ജനിച്ച പെൺകുട്ടിയാണ്. ഇവിടെ ഉണ്ടാക്കുന്ന ചോറ് കഴിച്ച്, പട്ടിക്ക് കൊടുക്കുന്ന ചോറ് വരെ കഴിച്ച് ജീവിച്ചതാണ് അയാൾ. അമ്മ പട്ടിക്ക് കൊടുക്കുന്ന ചോറ് വരെ അയാൾക്ക് എടുത്ത് കൊടുത്തിട്ടില്ലേ? മൂക്കുമുട്ട തിന്നിട്ടില്ല അയാൾ. എന്നിട്ട് അയാളുടെയൊക്കെ മുമ്പിൽ തലകുനിക്കാൻ എന്നെക്കൊണ്ട് സൗകര്യമില്ല അമ്മ എന്ന് പറയുവാണ്. അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ ഇതൊക്കെ കാണിക്കുന്നുണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ? നീ ഇങ്ങനെ തുടങ്ങിയാൽ എന്താ ചെയ്യുന്നത്? ജീവിതത്തിൽ ആരെങ്കിലും ഒന്ന് പേടിക്കണ്ടേ? നീ ആരെങ്കിലും പറഞ്ഞാൽ അനുസരിക്കുമോ? ഭർത്താവ് പറഞ്ഞാൽ അനുസരിക്കുമോ? മക്കൾ പറഞ്ഞാൽ അനുസരിക്കുമോ? ആങ്ങളമാർ പറഞ്ഞാൽ അനുസരിക്കുമോ? ഒരാളും പറയുന്നത് അനുസരിക്കില്ല, ആരെയും പേടിയില്ല. ദൈവത്തിനെങ്കിലും നിനക്ക് പേടി വേണ്ട കുഞ്ഞെ. ദൈവം തമ്പുരാൻ ഇറങ്ങി വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണി നോക്കാൻ പറയും നീ ദൈവം തമ്പുരാനോട്. അങ്ങനെയാണോ ജീവിക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പം വൈജയന്തി പറയുന്നുണ്ട്, എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതിനുള്ളതൊന്നും ഞാൻ ചെയ്യുന്നുമില്ല, എനിക്ക് എൻ്റേതായ ശരികളുണ്ട് എന്ന് പറയുവാണ്. പിന്നെയും മുത്തശ്ശി കുറേ ഉപദേശിച്ചൊക്കെ നോക്കുന്നുണ്ട്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, ഞാൻ എന്താണ് ആവശ്യപ്പെട്ടത്? എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്ന ഒരു വേലക്കാരിയെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം, അവളെ വേണ്ട എന്നാ പറഞ്ഞത്. ആരോടൊക്കെ പറഞ്ഞു, എങ്ങനെയൊക്കെ പറഞ്ഞു, എന്നിട്ട് ആരെങ്കിലും കേട്ടോ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് മറ്റുള്ളവരുടെ ഉപദേശം കേൾക്കുന്നത്, അല്ലെങ്കിൽ അവർ പറയുന്ന അനുസരിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ് എന്ന് പറയും. അന്നേരം മുത്തശ്ശി, ഇതുകൊണ്ടൊന്നും നേടാനില്ല കേട്ടോ, ഇങ്ങനെയൊന്നും അല്ല വേണ്ടതെന്ന് പറഞ്ഞാൽ കുറേ ഉപദേശിക്കും. പക്ഷേ യാതൊരു മാറ്റവുമില്ല. വൈജയന്തി പറയുന്നത്, എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അലീനയാണ്. അവൾ വന്ന് കയറിയ പിന്നെയാണ് ആ കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് അവൾ ആ വീട്ടിൽ നിന്ന് പോയാൽ മാത്രമേ ഞാൻ ഇനി തിരിച്ചു പോകുകയുള്ളൂ എന്ന്. അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഈ വാശി കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാക്കി വെച്ചത് നീയാണ്. നിൻ്റെ ദുർവാശി കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടായത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ചുണ്ടാക്കി ഇവിടെ വരെ എത്തിച്ചില്ലേ, ഇതുകൊണ്ടൊക്കെ ജയിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഞാൻ ജയിക്കുമോ? അങ്ങനെ ആരുടെ മുമ്പിലും തോറ്റു കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എൻ്റെ ജീവൻ പോയാലും ഞാൻ തോറ്റു കൊടുക്കത്തുമില്ല എന്ന് പറഞ്ഞിട്ടാണ് വൈജയന്തി റൂമിൽ നിന്ന് പോകുന്നത്. മുത്തശ്ശിക്ക് ആകെ സങ്കടമായി, ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞിരിക്കുക മുത്തശ്ശി. പിന്നെ കാണിക്കുന്ന കമലയാണ്. കമലയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല വൈജയന്തി അങ്ങോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ ദേഷ്യപ്പെട്ട് ശിവനോട് സംസാരിക്കുന്നുണ്ട്. അവൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇങ്ങോട്ട് വരേണ്ട വല്ല കാര്യമുണ്ടോ? വെറുതെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു, തിരിച്ച് അവളെ അങ്ങോട്ട് കൊണ്ടുവിടുക എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെ തിരിച്ചു കൊണ്ടുവിടാൻ പറ്റുമോ? നീ എന്നെ ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, പിന്നെ എന്തിനാ അവൾ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കും. അന്നേരം ശിവൻ ചോദിക്കും, നീ എന്നോട് പിണങ്ങി ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നിൻ്റെ വീട്ടിലോട്ടല്ലേ പോകുന്നത്, അല്ലാതെ അയലോക്കത്തുള്ള ലക്ഷ്മി ചേച്ചിയുടെ വീട്ടിലോട്ടല്ലല്ലോ. അവളുടെ വീട്ടിലോട്ടാണ് വന്നത്. ഇവിടെ 56 വർഷം അവൾ ജീവിക്കത്തൊന്നുമില്ല, അതിനിടയ്ക്ക് എന്താ വെച്ചാൽ ചെയ്തോളും എന്ന് പറയുന്നു. അന്നേരം ദേഷ്യപ്പെട്ട് കമല പറയുന്നുണ്ട്, വാതിലൊക്കെ അടച്ചിടൂട്ടോ വൈജയന്തി കേൾക്കാതെ. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി അവളുടെ കാര്യം കൂടി ഞാൻ നോക്കണം, അവൾക്കൂടെ വെച്ച് വിളമ്പി കൊടുക്കണം, ഒരു കറിവേപ്പില പോലും അവൾ എനിക്ക് എടുത്ത് തരികയില്ല എന്ന് പറയുമ്പം, എടി എന്ന് കരുതി നിനക്ക് എക്സ്ട്രാ പണിയൊന്നും ഈ വീട്ടിലുണ്ടാകുന്നില്ലല്ലോ, ഒരാൾക്കൂടെ ഭക്ഷണം വിളമ്പണം, അത്രയല്ലേ ഉള്ളൂ, അത് നീ കണ്ടിൽ നിന്ന് അടിച്ചാൽ മതി എന്ന് പറയുമ്പം, ഇങ്ങനെ പറഞ്ഞാൽ മതി ശിവേട്ടന്. അവൾ വന്ന വരവിൽ കൈയടക്കിയേക്കുന്നത് രഞ്ജുവിൻ്റെ റൂമാണ്. വന്ന് ബാഗ് കൊണ്ട് ആ മേശപ്പുറത്തേക്ക് വെച്ചു. എന്നിട്ട് പറയുവാണ്, ഇതിനു മുമ്പ് ഞാനാണ് ഈ റൂം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ഇനി കുറച്ച് നാളത്തേക്ക് ഇത് എൻ്റേതാണ് എന്ന്. അപ്പോൾ രഞ്ജു എന്തു ചെയ്യും എന്ന് ചോദിക്കും. അന്നേരം
ശിവൻ പറയുന്നുണ്ട് രഞ്ജുവിന് ഹരിയുടെ റൂം എടുക്കാമല്ലോ, അത് അങ്ങനെ അങ്ങ് സോൾവ് ചെയ്യുക എന്ന് പറയുമ്പം അപ്പം ഹരി വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് തിരിച്ചു ചോദിക്കുക. അന്നേരം ശിവൻ പറയും അതിന് ഹരി വരുന്നത് എന്താണ് എന്നൊന്നും തീരുമാനമായില്ലല്ലോ, അവനിനി ഏത് കാലത്ത് വരാനാണ്, അതുകൊണ്ട് നീ ആ കേസ് അങ്ങ് വിട്ടേരെന്ന് പറയുമ്പം ഇതെല്ലാം കൂടെ ആലോചിച്ചിട്ട് എനിക്ക് തല പുകഞ്ഞ് കയറുന്നുണ്ട് എന്ന് പറയും. അന്നേരം ശിവൻ കൂളായിട്ട് തന്നെ പറയുവാണ്, നീ അതൊന്നും കാര്യമാക്കണ്ട, നീ പകുതി കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക, അപ്പം തന്നെ മനസ്സമാധാനം കിട്ടും എന്ന് പറയും. പിന്നെയും വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. കമല പറയുവാണ് അവൾ ഇനി എപ്പോഴും അമ്മയുടെ അടുത്തായിരിക്കും, അമ്മ ഇങ്ങനെ വീർപ്പ് മുട്ടി ഇരിക്കുവാണല്ലോ, എപ്പോഴും എൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറയും. അന്നേരവും ശിവൻ പറയുന്നുണ്ട് അവർ കുറ്റം പറയുമോ പറയാതിരിക്കുമോ എന്തെങ്കിലും ചെയ്യട്ടെ, നിന്നോടല്ലേ പറഞ്ഞത് അങ്ങോട്ട് ശ്രദ്ധിക്കണ്ട എന്ന്, അങ്ങനെ അങ്ങ് പോയാൽ വലിയ പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് ശിവൻ ഇറങ്ങിപ്പോവും. ദേഷ്യം വന്നിങ്ങനെ വിറഞ്ഞ് നിൽക്കുവാണേ കമലെ. ഈ സമയം ബബിത ആകെ ടെൻഷൻ അടിച്ച് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ നിൽക്കുമായിരുന്നേ. അപ്പോഴാണ് രോഹിത്തും അലീനയുടെ ഓട്ടോയിൽ വന്നിറങ്ങുന്നത്. അന്നേരം ബബിതയുടെ ആ നിപ്പൊക്കെ കാണുമ്പോൾ ചിരി വരുന്നുണ്ട് രണ്ടുപേർ കൂടെ. ഏതായാലും അലീന അകത്തോട്ട് കയറി ചെല്ലുമ്പം ബബിത ചോദിക്കും എന്നതാ എന്നെപ്പറ്റി പറഞ്ഞത്, രണ്ടുപേരോട് എന്തിനാണ് ചിരിച്ചതെന്ന് ചോദിക്കുമ്പം അല്ല ഞങ്ങൾ പോയപ്പോൾ തൊട്ട് നീ ഇവിടെ നിൽക്കുമായിരുന്നോ എന്ന് അങ്ങനെ മനസ്സിലോർത്ത് ഞാൻ പരസ്പരം പറഞ്ഞ് ഞങ്ങളങ്ങ് ചിരിച്ചതാണ് എന്ന് പറയും. അന്നേരം ഞാൻ കുറേ നേരമായി നിങ്ങളെ കാത്തിവിടെ നിൽക്കുന്നത് എന്ന് ഇങ്ങനെ വിഷമത്തോടെ പറയുമ്പം അലീന ചോദിക്കുമ്പോൾ എന്നെ അടിമോളെ നിന്നെ ആരെങ്കിലും വഴക്ക് പറഞ്ഞോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പം അതൊന്നുമല്ല അമ്മ ഇവിടുന്ന് പോയി എന്ന് പറയും. അന്നേരം പോയോ എങ്ങോട്ട് പോയി എന്ന് ചോദിക്കുമ്പം അമ്മ ബാഗെല്ലാം കെട്ടിപ്പറക്കി എടുത്തുകൊണ്ട് തറവാട്ടിലേക്ക് കൊല്ലപ്പള്ളിയിലേക്ക് പോയി എന്ന് പറയും. അന്നേരം അതെന്താ എന്ന് ചോദിക്കുമ്പോൾ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ലെന്നാണ് പറഞ്ഞത് എന്ന് പറയും. അപ്പോഴത്തേക്കും ഓട്ടോക്കാരന് പൈസയൊക്കെ കൊടുത്തിട്ട് രോഹിത്തും കയറി വരും. ഏതായാലും കോളേജിലേക്ക് തിരിച്ചെടുക്കാൻ അച്ഛൻ തീരുമാനിച്ച കാര്യമൊക്കെ ബാലേന്ദ്രനെ വിളിച്ച് പറയുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ വിശദമായിട്ട് അലീന ചേച്ചി പറഞ്ഞോളും എന്ന് പറഞ്ഞിട്ട് ഫോം വയ്ക്കും. എന്നിട്ട് എന്നാ പറ്റി, എന്നെ ഒരു ശോകം മൂട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുവാണ് രോഹിത്ത്. അന്നേരം ഇങ്ങനെ വൈജയന്തി പോയ കാര്യം പറയും. അന്നേരം അതെന്തിനാ ഇപ്പം അമ്മ അങ്ങനെ ചെയ്തത്, ഇതെന്തൊരു കഷ്ടമാണ്, അമ്മയ്ക്ക് ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഒരു കൺസേണും ഇല്ല, ഈ രീതിയിൽ എങ്ങനെ ചെയ്യേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ, എന്നെ കോളേജിൽ തിരിച്ചെടുത്തതിൻ്റെ ആ സന്തോഷം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കേക്കും സ്വീറ്റ്സും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നത് മൊത്തം അമ്മ കുളവാക്കിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പം അലീന പറയുക നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കെല്ലാവർക്കും കൂടി കൊല്ലപ്പള്ളിക്ക് പോവാം, എന്നിട്ട് അമ്മയും കൂടി തിരിച്ചു വരാം, അവിടെ പോയി പറയണം അമ്മ കൂടെ വന്നില്ലേ ഞങ്ങളെല്ലാവരും ഇവിടെ താമസിക്കുമെന്ന് പറയണം, അന്നേരം അമ്മ തിരിച്ചു പോകുന്നോളും എന്ന് പറയും. അന്നേരം അതൊക്കെ നടക്കുമോ എന്ന് രോഹിത്ത് ചോദിക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് ശ്രമിച്ചു നോക്കാം എന്ന് പറയും. കൃഷ്ണമോളോട് വന്നിട്ട് പോകാം എന്ന് പറയുവാണ്. പിന്നെ എല്ലാവരും റെഡിയായി ഇറങ്ങുന്നതാണ് കാണിക്കുന്നത്. അന്നേരം ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സ് മാറി വേറെ ഡ്രസ്സിടും അലീന. അന്നേരം ഭവതി ചോദിക്കും ഇതെന്താ ചേച്ചി ഡ്രസ്സ് മാറിയതെന്ന് ചോദിക്കുമ്പോൾ അത് നല്ല ഡ്രസ്സല്ലേ, അതിട്ടുകൊണ്ട് കൊല്ലപ്പള്ളിക്ക് പോയാൽ ശരിയാക്കിയല്ല എന്ന് പറയും. അന്നേരം ഭവതി ചോദിക്കും അതെന്താ നമ്മൾ അങ്ങോട്ട് പോകുന്നത് അവിടെ പോയി തൊഴിലുറപ്പ് പണി എടുക്കാനാണോ എന്ന് ചോദിക്കുമ്പം അതൊന്നും പറയാൻ പറ്റത്തില്ല, കമലമ്മയല്ലേ, അവിടെ ചെല്ലുമ്പം ചാണകവെള്ളവും ചൂലും ഒക്കെ എടുക്കുമോ എന്നറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ മാറിയിട്ടതാ എന്ന് പറയും. അപ്പോഴത്തേക്കും ഡ്രസ്സൊക്കെ മാറിയിട്ട് കൃഷ്ണമോളും വരും. കൃഷ്ണമോളെ ചേച്ചി എൻ്റെ ഈ ബുഷൊന്ന് ഇട്ടതാ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും കൃഷ്ണമോളെ തലമുടിയൊക്കെ കെട്ടി കൊടുത്തിട്ട് എടി നീ ബാഗൊന്നും എടുത്തില്ലേ എന്ന് ചോദിക്കും. അന്നേരം അതെന്തിനാ ബാഗ് എന്ന് ചോദിക്കുമ്പം അതെ നിങ്ങളുടെ അമ്മ വന്നില്ലെങ്കിൽ നമ്മൾ അവിടെ തന്നെ താമസിക്കും, അതിന് വേണ്ട ഡ്രസ്സ് എടുക്കണം, അതുകൊണ്ട് നീ ഒരു ബാഗിൽ 2-3 ജോഡി ഡ്രസ്സ് എടുത്തു എന്ന് പറയും. അന്നേരം ഭവത അയ്യോ എനിക്കും എടുത്തില്ല എന്ന് പറയുമ്പോൾ നിനക്കുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്, ചുരിദാറും ടോപ്പും ഒക്കെ, വേറെ എന്തെങ്കിലും വേണമെങ്കിൽ എടുത്താൽ മതി എന്ന് പറയുവാണ്. ഭവതയും പോയി ഡ്രസ്സ് എടുത്തുകൊണ്ട് വരുന്നു. അപ്പോഴത്തേക്കും രോഹിത്ത് ഇറങ്ങി വരും. അന്നേരം അച്ഛനോട് വിളിച്ച് പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ വീട് പൂട്ടി പൊയ്ക്കോ താക്കോലും കൊണ്ട് പൊയ്ക്കോ എന്നാണ് പറഞ്ഞത്, അച്ഛൻ്റെ വേറെ സ്പെയർ കീ ഉണ്ട് എന്ന് പറയും. അന്നേരം നമ്മൾ എങ്ങനെയാണ് പോകുന്നത്, കാറ് വേണ്ടേ എന്ന് ചോദിക്കും. അന്നേരം രോഹിത്ത് പറയുന്നുണ്ട് ഗോവർദ്ധനങ്കിലെ കാറ് കൊണ്ട് വരുന്നുണ്ട്, ഇപ്പോൾ തന്നെ വരും, ആ സമയം കൊണ്ട് നമുക്ക് പുറത്തിറങ്ങി വീടൊക്കെ പൂട്ടി നിൽക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ പുറത്തോട്ട് ഇറങ്ങുന്നു. എന്നിട്ട് ആ വണ്ടിയെ കയറി നേരെ കൊല്ലപ്പള്ളിക്ക് ചെല്ലുക. ഇവിടുന്ന് ഭയങ്കര ധൈര്യത്തോടെ നിന്ന അലീനയാണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ ആശാത്തിക്ക് ആകെ പേടിയായി തുടങ്ങി കേട്ടോ, ഇങ്ങനെ വിഷമിച്ചിരിക്കുക. അന്നേരം രോഹിത്ത് ചോദിക്കുന്നുണ്ട് ഇനി പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ, അമ്മ എന്തൊക്കെ ന്യായീകരണം പറഞ്ഞാലും അമ്മയും കൊണ്ടേ നമ്മൾ ഇവിടുന്ന് പോവുള്ളൂ, അത് തീരുമാനിച്ചിട്ട് വേണം വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ എന്ന് പറയുന്നു. അന്നേരം ബബിതയോട് ചോദിക്കും എന്താടി നീ തയ്യാറല്ലേ എന്ന്. ഞാൻ തയ്യാറാ എന്ന് പറഞ്ഞു കഴിയുമ്പം കൃഷ്ണമോളോട് ചോദിക്കും. അന്നേരം കൃഷ്ണമോൾ ഞാൻ പണ്ടേ തയ്യാറാണ് എന്നാണ് പറയുന്നത്. അന്നേരം അലീന പറയുക ഞാൻ കൂടെ ഉള്ളത് കൊണ്ട് നിങ്ങളുടെ അമ്മ തോറ്റു തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അത് പ്രശ്നമാവുമല്ലോ എന്നിങ്ങനെ പറയുമ്പം ഏതായാലും നമ്മൾ തീരുമാനിച്ചിറങ്ങിയതല്ലേ, നിങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി എന്ന് പറയുന്നു രോഹിത്ത്. അങ്ങനെ അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോവുകയാണ്. അലീനയ്ക്ക് നല്ല ടെൻഷനുണ്ട്, പേടിയുണ്ട്, കുറേ നേരം ഇങ്ങനെ വണ്ടിയിലിരുന്നിട്ട് പയ്യെ ഇങ്ങനെ ഇറങ്ങി വരുവാണ്. അന്നേരം ഇത് കാണുന്ന കൃഷ്ണമോൾ അടുത്ത് വന്നിട്ട് ചോദിക്കും ഇതെന്തെങ്കിലും പമ്മി പമ്മി നിൽക്കുന്നേ, ഇങ്ങോട്ട് വന്നേ, നമ്മളൊരു കാര്യം തീരുമാനിച്ചതാണ്, അത് നടപ്പിലാക്കണം, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് കയറി വരുന്നു.
കോളിംഗ് ബെല്ലടിച്ച് കഴിയുമ്പോൾ വന്ന് തുറക്കുന്നത് രഞ്ജുവാണ്. രഞ്ജു ഭയങ്കര സന്തോഷം ബബിതേനെ കാണുമ്പോൾ. എടി രഞ്ജു ബബിതേ എന്ന് പറഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിക്കും. എന്നിട്ട് രോഹിത്തിനോടും സംസാരിക്കുന്നുണ്ട്. രോഹിയേട്ടനെ കണ്ടിട്ട് കാലം എത്ര ആയി എന്ന് പറഞ്ഞ് അവരോടും കുശലാന്വേഷണമൊക്കെ നടത്തുമ്പം അതേ ഞങ്ങൾ വേറെ കുറച്ച് പേരും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ അങ്ങോട്ട് നീങ്ങിക്കും. അന്നേരം ആഹാ നീ എന്താ ഇങ്ങോട്ട് കയറി വരാതിരുന്നത് എന്ന് ചോദിക്കുമ്പം നിങ്ങളുടെ സ്നേഹപ്രകടനം കഴിഞ്ഞിട്ട് കയറി വരാമെന്ന് കരുതി, അപ്പോൾ എന്തെങ്കിലും മിച്ചം ഉണ്ടെങ്കിൽ കിട്ടുമല്ലോ എന്ന് പറയുവാണ്. അന്നേരം കൃഷ്ണമോളോട് സംസാരിക്കും. അലീനയ്ക്കൊരു ഹായും കൊടുക്കുവേ. അലീനയും ഹായ് കൊടുത്തു കഴിയുമ്പോഴേക്കും അവിടെ നിന്ന് വിളിച്ചു പറയുകയാണ് മനുവേട്ട അതേ ഇങ്ങോട്ട് വന്നേ, ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് എന്ന്. അത് കേട്ട് മനു ഇറങ്ങി വരുന്നു. എന്നിട്ട് ഇവരെ കണ്ടിട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണേ കുറച്ച് നേരം, ഒരു 2 സെക്കൻഡ്. എന്നിട്ട് അങ്ങനെ അടുത്തോട്ട് വന്നിട്ട് ഇതെന്താ എല്ലാവരും കൂടി ഭവനഭേദനവും തട്ടിക്കൊണ്ടുപോകലും അങ്ങനെ എന്തെങ്കിലും ആണോ മനസ്സിൽ ഉദ്ദേശിച്ചേക്കുന്നത് എന്ന് ചോദിക്കുമ്പം രോഹിത്ത് പറയും അതൊന്നും അല്ല മനുവേട്ട, അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് എന്ന് പറയുമ്പം രോഹിത്തെ നിനക്ക് നിൻ്റെ അമ്മയുടെ സ്വഭാവം അറിയത്തില്ലേ, ആൻറ്റിയോട് ആരൊക്കെ പറഞ്ഞാലും വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ നോക്കാന്നേ നമുക്ക് എന്ന് പറയും. അന്നേരം ആയിക്കോട്ടെ കയറി പോരെ എന്ന് പറയുന്നുണ്ട് മനു. അവരെല്ലാവരും കയറി പോരും. പോകുന്ന കഴിയുമ്പോൾ ഇങ്ങനെ മടിച്ച് നിൽക്കുവാണ് അലീനെ. അന്നേരം കയറി വാ എന്നിങ്ങനെ മനു കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ അലീനയും കൂടി അകത്തോട്ട് കയറി ചെല്ലുന്നു. ഇവരങ്ങ് കയറി ചെല്ലുമ്പം പുറത്തേക്ക് വരുന്ന വൈജയന്തി ഇവരെ കാണും. ഇവരെ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ അലീന കൂടി ഉണ്ടെന്ന് അറിയുമ്പോൾ അലീനയെ നോക്കുന്ന ആ നോട്ടത്തിൽ അലീനെ അങ്ങ് ദഹിച്ചു പോകും. അമ്മാതിരി നോട്ടമാണ് നോക്കുന്നത്. അലീന ഇങ്ങനെ ടെൻഷനോടെയാണ് നിൽക്കുന്നത്. എന്നിട്ട് ചോദിക്കും എല്ലാവരും കൂടി എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ അമ്മയെ കൂട്ടിക്കൊണ്ട് പോകാനാണ് വന്നത് എന്ന് പറയും. അന്നേരം അമ്മയെ കൂട്ടിക്കൊണ്ട് പോകാനോ, ഏതായാലും ഞാൻ ഇനി അങ്ങോട്ടില്ല എന്ന് പറയുവാണ്. അന്നേരം ഇതെന്താ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഞാനും അലീന ചേച്ചിയും കൂടി കോളേജിലേക്ക് പോയി മാനേജറച്ചനെ കണ്ടു, എന്നെ കോളേജിൽ തിരിച്ചെടുക്കുന്ന കാര്യം തീരുമാനമായി, അതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി കേക്കും സ്വീറ്റ്സും ഒക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് വന്നതാണ്. അന്നേരം അമ്മ അവിടുന്ന് കടന്നു കളഞ്ഞേക്കുന്നു എന്ന് പറയും. അന്നേരം കടന്നു കളഞ്ഞേക്കുന്നോ, സ്വന്തം വീട്ടിലേക്ക് പോകുന്നതിന് കടന്നു കളഞ്ഞേക്കുന്നു എന്നാണോ നീയൊക്കെ പറയുന്നത്, അങ്ങനെയാണോ പറയേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അല്ലാണ്ട് അമ്മ എന്തിനാ ബാഗൊക്കെ കെട്ടിപ്പറിക്ക് ഇങ്ങോട്ട് പോകുന്നത്, അതിൻ്റെ ആവശ്യം എന്താ, നമുക്ക് തിരിച്ചു പോകാം എന്ന് പറയുവാണ്. അന്നേരം ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അലീന പറയും കൃഷ്ണമോളെ ഞാൻ മുത്തശ്ശി ഒന്ന് കാണാൻ വേണ്ടി പോവാണ് എന്ന് പറഞ്ഞ് ആ റൂമിലേക്ക് പോകും. അന്നേരം ഇത് കാണുന്ന വൈജയന്തി ചോദിക്കുന്നുണ്ട് അമ്മയെ കൂട്ടിക്കൊണ്ട് പോകാൻ അമ്മയോട് സംസാരിക്കാൻ വേണ്ടിയാണോ നീയൊക്കെ അമ്മയുടെ ശത്രുവിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുമ്പോൾ അമ്മ ഇങ്ങനെ സംസാരിക്കരുത്, നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അത്യാവശ്യം ഒന്ന് ശരിയായി വരുമല്ലേ, അതുകൊണ്ട് അമ്മ വീട്ടിലോട്ട് വരണമെന്ന് പറയുമ്പോൾ എന്നാ ശരിയായി എന്നാ നീയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കും കേട്ടോ. ഒരു തരത്തിലും വൈജയന്തി പിടികൊടുക്കുന്നില്ല. അന്നേരം ബബിതയും പറയുന്നുണ്ട് അമ്മ എല്ലാ കാര്യങ്ങളും ശരിയായി വരുമോ, അമ്മ അവിടുന്ന് പോന്നിട്ടുണ്ടെങ്കിൽ ഇനിയും എല്ലാം കുളവാകും, അതുകൊണ്ട് അമ്മ ഞങ്ങളുടെ കൂടെ വന്നേ പറ്റുള്ളൂ എന്ന് പറയുമ്പം വൈജയന്തി പറയുവാണ് അങ്ങനെ വെറുതെ ഒന്നും ഞാൻ ആ വീട്ടിലേക്ക് ഇനി തിരിച്ച് കയറില്ല, ഞാൻ ഇനി ആ വീടിൻ്റെ പടി ചവിട്ടണമെങ്കിൽ ബാലേന്ദ്രൻ എന്നെ വന്ന് വിളിക്കണം, വെറുതെ വന്ന് വിളിച്ചാൽ പോരാ, ആ നാണം കെട്ടവളെ മാനം കെട്ട ആ ലീനെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിന് ശേഷം ബാലേന്ദ്രൻ എന്നെ ഇവിടെ വന്ന് വിളിക്കണം, അതുമാത്രം പോരാ എന്നോട് ചെയ്ത ഓരോ തെറ്റിനും എന്നോട് ക്ഷമ പറയുകയും വേണം എന്ന് പറയുമ്പം കൃഷ്ണമോൾ പറയുന്നുണ്ട് മിക്കവാറും നടന്നത് അങ്ങനെയൊക്കെ സംസാരിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ അച്ഛൻ വല്ല പിച്ചക്കാരനുമായിട്ട് ജനിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ദേഷ്യം വരും വൈജയന്തിക്ക്. അതിന് ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ എന്നെ വന്ന് വിളിക്കാൻ, വേണ്ട ഞാൻ ആ വീട്ടിൽ വേണ്ട എന്നങ്ങ് തീരുമാനിച്ചാൽ മതി, അപ്പം പ്രശ്നങ്ങൾ തീരുകയില്ലേ എന്ന് ചോദിക്കുന്നു. അന്നേരം രോഹിത് പിന്നെയും പറയുന്നുണ്ട് അമ്മ ഇങ്ങനെയൊന്നും ചെയ്യരുത്, അമ്മ കൂടെ വരണം എന്നൊക്കെ, അമ്മ കൂടെ വന്നാലേ ഞങ്ങൾ പോവുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിനു വേണ്ടിയാണോ എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങോട്ട് കിട്ടിയെടുത്തത് എന്നിങ്ങനെ ചോദിക്കുമ്പം കൃഷ്ണമോൾ വന്നിട്ട് പറയുന്നുണ്ട് പിന്നല്ലാതെ അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും വന്നേക്കുന്നത്, അലീന ചേച്ചി ഞങ്ങളുടെ കൂടെ വന്നത് അതിനുവേണ്ടി തന്നെയാണ്, അലീന ചേച്ചി ഞങ്ങളുടെ നേതാവ് എന്ന് പറയുമ്പോൾ എനിക്കറിയാലോ അവൾ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന സാധനമാണെന്ന്, അത് നന്നായിട്ട് മനസ്സിലാക്കി തന്നെ ഞാനിങ്ങോട്ട് ഇറങ്ങി പോകുന്നത് എന്നും പറയുന്നു. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്. പിന്നീട് അലീനെ കാണിക്കുന്നുണ്ട്. അലീന മുത്തശ്ശിയുടെ അടുത്ത് പോയി നിൽക്കുമ്പോൾ മുത്തശ്ശി ഇങ്ങനെ കണ്ണൊക്കെ ഒന്ന് തിരുമിയിട്ട് നോക്കുക സ്വപ്നമാണോ ഇനി അലീന തന്നെയാണോ എന്ന്. അത് കഴിഞ്ഞ് അലീനയോട് സംസാരിക്കും. അന്നേരം അലീന പറയുന്നുണ്ട് മുത്തശ്ശിക്ക് അറിയാവോ ഇപ്പം പബ്ദിയും രോഹിത്തും ഒക്കെ എൻ്റെ സൈഡാണ്, അവരെല്ലാം എന്നെ സ്നേഹിച്ചു തുടങ്ങി എന്ന് പറയുമ്പോൾ നിനക്കതിനുള്ള കഴിവുണ്ട്, അതിനുവേണ്ടിയാണല്ലോ നീ ഇങ്ങോട്ട് വന്നത് എന്നൂടെ മുത്തശ്ശി പറയുന്നുണ്ട്. പിന്നെ വൈജയന്തിയായിട്ട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പം വൈജയന്തി ഈ രീതിയിൽ സംസാരിക്കുമ്പം ഇത്തിരി ദേഷ്യത്തോടെ മനു ചോദിക്കുന്നുണ്ട് എത്ര പേരുടെ കഴുത്താണ് അലീന ചിരിച്ചുകൊണ്ട് അറുത്തത് ഒന്ന് പറഞ്ഞേ എന്നിങ്ങനെ പറയുമോ വൈജയന്തിയോട്. അന്നേരം നീ എൻ്റെ സൈഡ് നിൽക്കത്തില്ല അവളുടെ സൈഡിൽ നിൽക്കുള്ളൂ എന്ന് എനിക്കറിയാം എന്നും പറയുന്നു. പിന്നെ ശിവനെയൊക്കെ കാണിക്കുന്നുണ്ട്. ശിവനും കമലയും അവിടെ ഇല്ലായിരുന്നു കേട്ടോ, അവർ കോട്ടയം വരെ അങ്ങോട്ട് പോയതായിരുന്നു. തിരിച്ചു വരുമ്പോഴത്തേ വീട് നിറച്ച ആൾക്കാർ ഇത് കണ്ട് കമലയുടെ കണ്ണ് തള്ളി നിൽപ്പുണ്ട്. ഏതായാലും രോഹിത് സംസാരിക്കുന്നുണ്ട് ഞങ്ങൾ അമ്മയെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയാണ് വന്നത്, അമ്മ ഞങ്ങളുടെ കൂടെ വരണം, അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ആകെ ടെൻഷനിൽ നിൽക്കുന്ന കമലയാട്ടോ കാണിക്കുന്നത്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കഥ.